അല്ലാഹു കാരുണ്യവാനാണ്. നമ്മുടെ എല്ലാ അസുഖങ്ങളും നമ്മുടെ എല്ലാ വിഷമങ്ങളും യജമാനനായ റബ്ബ് നമുക്ക് മാറ്റിത്തരും. അല്ലാഹ് നല്ല ഇഖ്ലാസോടെ ചൊല്ലണേ, വളരെ പ്രതീക്ഷയോടെ ചൊല്ലണേ. ഹോസ്പിറ്റലിൽ കിടന്ന് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ട്, സുഖമില്ലാതെ രോഗങ്ങൾ ബാധിച്ച് തളർന്നു കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ രോഗികളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ എന്ത് അസുഖങ്ങളുണ്ടോ, ഞങ്ങളെ ശരീരം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, രോഗങ്ങള്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങളടക്കം അല്ലാ ഒന്നുമില്ലാതെ ഖുത്ബുൽ ആലമീന്റെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ മജ്ലിസിൽ ആമീൻ പറയുന്ന സാദാതീങ്ങളുടെ സയ്യിദ് കുടുംബങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട്, പണ്ഡിതന്മാരുടെ മുതഅല്ലിമീങ്ങളുടെ ഹാഫിളീങ്ങളുടെ പണ്ഡിത കുടുംബങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാര്, ബാപ്പമാര്, സഹോദര സഹോദരിമാരെ, കുഞ്ഞുമക്കളടക്കോ ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമിരുന്നകളുടെ ആമീൻ പറഞ്ഞ് ഞങ്ങളെ മജ്ലിസിലുള്ള മുത്ത് മുഅ്മിനീങ്ങൾ ആമീന്റെ ബറക്കത്തുകളിൽ ഞങ്ങളെ ചൊല്ലാമോവുന്ന സ്വലാത്തു തിബ്ബിന്റെ ബറക്കത്തുകളിൽ എന്ത് അസുഖങ്ങളാണെങ്കിലും ശിഫയാക്കി തരണമല്ലാ, ശിഫയാക്കി തരണമല്ലാ, ശിഫയാക്കി തരണമല്ലാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയടക്കം എന്റെ ഭാര്യയുടെ ബാപ്പയടക്കം അല്ലാഹുവേ, ഈ മുത്ത് മുഅ്മിനീങ്ങളെ കുടുംബത്തില് അവരുടെ കൂട്ടത്തില് എന്തെല്ലാം ക്ഷീണങ്ങളെ കൊണ്ട് വിഷമിക്കുന്നു, അസുഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, തിബ്ബുസ്സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഖുത്ബുൽ ആലം ശൈഖുനാ അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഈ ജനസാഗരങ്ങൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫ കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എന്ത് വലിയ രോഗങ്ങളാണെങ്കിലും അത് ഒന്നുമില്ലാത്ത നിനക്കങ്ങ് ചെറുതായിട്ടങ്ങ് സുഖപ്പെടുത്തണേ അല്ലാ, സുഖപ്പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ 11 തിബ്ബുസ്സലാത്ത നമ്മളെ ചൊല്ലുന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് ആദ്യത്തെ 3 സ്വലാത്ത് ചൊല്ലുന്നത്, ആദ്യത്തെ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ കൽബിന്റെ രോഗം മാറാനാണ്, നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറാനാണ്. അല്ലാ, കൽബിന്റെ രോഗമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ മജ്ലിസുകള് ഇത് 508ാമത്തെ മജ്ലിസാണ്. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, കൽബിന്റെ രോഗം മാറണം, ആരോടും വെറുപ്പുണ്ടാവരുത്. വെറുപ്പുണ്ടെങ്കിൽ ഇന്നത്തെ തിബ്ബുസ്സലാത്ത് ചൊല്ലലോടെ ആ വെറുപ്പങ്ങ് മാറിക്കിട്ടണോ, ആ വെറുപ്പങ്ങ് നീങ്ങിക്കിട്ടണോ. അപ്പോഴാണ് ചെറുപ്പക്കാരാ ഈ തിബ്ബുസ്സലാത്ത് നിങ്ങളെ മനസ്സിൽ ഫലം ചെയ്യുന്നത്. ഒരാളോട് പിണങ്ങി നിൽക്കുന്നവരാണോ നിങ്ങൾ? ഈ തിബ്ബുസ്സലാത്ത് കളിയലോടെ ആ പിണക്കത്തിന് മാറ്റം വരണം ചെറുപ്പക്കാരാ, ആ പിണക്കത്തിന് മാറ്റം വരണം പെങ്ങളെ.
മറ്റൊരാളോട് അസൂയയുണ്ടെങ്കിൽ, ഒരാളോട് കിബറുണ്ടെങ്കിൽ, അല്ലാഹുവയത്തിന്റെ രോഗമാലിന്യങ്ങളെ തിബ്ബുസ്വലാത്തിലൂടെ ജനലക്ഷങ്ങൾ ആമീനിലൂടെ നമ്മൾ കഴുകാൻ പോവുകയാണ്. മനസ്സിലാരോടും വെറുപ്പ് പാടില്ല, ഒരാളോടും നമ്മളെ പിണങ്ങി കഴിയാൻ പാടില്ല, ഒരാളെയും നമ്മൾ ചീത്ത പറയാൻ പാടില്ല. നമ്മളെ ചീത്ത പറഞ്ഞവരെ തിരിച്ചു പറയരുതേ, നമ്മളെ കുറ്റം പറഞ്ഞവരെ തിരിച്ചു പറയരുതേ, നമുക്ക് പാരവച്ചവർക്ക് തിരിച്ചു മണിയരുതേ, നമ്മളെ ആക്രമിച്ചവരെ തിരിച്ചക്രമിക്കരുതേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സൗമ്യമായ പെരുമാറ്റം, ഹബീബായ തങ്ങളുടെ മനോഹരമായ ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരണം സമുദായമേ. നമ്മള് അതിനൊരു കാരണമായി നമ്മുടെ തിബ്ബുസ്സലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും മനസ്സിൽ കരുതേണ്ടതല്ല, ഈ ഖൽബിന്റെ രോഗം മാറണം. നിങ്ങൾ നോക്കിയേ, അല്ലാഹു നമുക്ക് ഖൽബിനെ തന്നപ്പോൾ ഹൃദയം അതൊരു വെളുത്ത ഹൃദയമാണ്. പക്ഷേ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ ഓരോ കറുത്ത പുള്ളി വന്ന് വീഴുകയാണ്. കാണരുതെന്ന് പറയുമ്പോ കാണുമ്പോ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ ഹൃദയത്തിൽ വന്നു. കേൾക്കുമ്പോൾ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ കാതിലൂടെ ഹൃദയത്തിൽ പതിച്ചു. പറ്റാത്തത് പറയുമ്പോൾ നമ്മൾ അറിയാതെ നാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്നു. ഹറാമ് ചെയ്യുമ്പോ ഹറാമ് ചിന്തിക്കുമ്പോ ഹറാമ് പറയുമ്പോ അല്ലാഹുവേ, ആ അവയവങ്ങളിലൂടെ നമ്മുടെ മർമ്മമായ ഹൃദയത്തിലേക്ക് നമ്മൾ അറിയാതെ ഒരു കറുത്ത പുള്ളി വന്നു വീണു. ആ പുള്ളിയെ നമ്മളെ മായ്ച്ചു കളയണം. വെളുത്ത ഡ്രസ്സിൽ ഒരു കറുത്ത പുള്ളി വരുമ്പോ കാണാറില്ലേ നമ്മള് ക്ലോറക്സ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കഴുകിക്കളയാറില്ലേ? ഇതുപോലെ നമ്മളെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് വന്ന് കറുത്ത പുള്ളികൾ മാഞ്ഞു കിട്ടണം. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ പെടുന്നത്. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങൾ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ, പാപികളായ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ ആ ഒരു നിയ്യത്ത് വെക്കുക, മറ്റു ചിന്തകളെല്ലാം മാറ്റണം. നമ്മൾ പറയേണ്ട ഉസ്താദേ, എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, ഒന്നും പറയണ്ട. എല്ലാവരും അത് മാത്രം എടുക്കരുതിയാൽ മതി. മനസ്സില് ഖൽബ് അങ്ങട്ട് നന്നാവണം. ഹൃദയം നന്നായാൽ എല്ലാം നന്നായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചേ. ഹൃദയം നന്നായോ എല്ലാം നന്നായി, എല്ലാം നന്നാവും. ഹൃദയം വടക്കായോ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അപ്പൊ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോ ആ നിയത്ത് വെക്കുക. പിന്നെ അങ്ങോട്ട് സ്വലാത്ത് ചെല്ലുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എവിടെ വേദനയുണ്ടോ, എവിടെ വിഷമുണ്ടോ ഒക്കെ മാറണം. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. വലിയ ഒരു രോഗം ബാധിച്ച കുഞ്ഞിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞു തരും. ഞാൻ ആ കുഞ്ഞിനെ കാണണമെന്ന് കരുതി ബാംഗ്ലൂരിൽ നിന്ന്, പക്ഷേ സമയക്കുറവ് മൂലം കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് കുഞ്ഞിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ അറിവിനിലാവിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്നായിരുന്നു, 2 ദിവസം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അവിടെയൊക്കെ നല്ല സൗകര്യങ്ങളും നെറ്റ് സംവിധാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവർ ഒരുക്കി തന്നു. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. 11 തിബ് സ്വലാത്ത് നമ്മൾ ചൊല്ലും. എല്ലാവരും ഏറ്റു ചൊല്ലാം. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും, കൊറോണ പോസിറ്റീവ് ആയിരിക്കും, വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും, വേദനകൾ അനുഭവിക്കുന്നവർക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. തിബ് സ്വലാത്ത് തുടങ്ങുകയാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله ഞങ്ങളെ ഹൃദയം നന്നാക്ക് റബ്ബേ, ഖൽബ് നന്നാക്ക് റബ്ബേ, അകവും പുറവും നന്നാക്കണേ അല്ലാഹ്. എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഹൃദയത്തെ നീ സംസ്കരിച്ച് എടുക്കണേ റഹ്മാനേ. ഇനിയൊരു 10 സ്വലാത്ത് മുഅ്മിനീങ്ങളെ എല്ലാവരും റാഹത്തോടെ ചൊല്ലണം. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. إن شاء الله മുഅ്മിനീങ്ങളെ ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലിയാൽ 11 സ്വലാത്തായി. ഒരു 3 തിബ്ബ് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ 11 സ്വലാത്തായി. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് അവിടെ കൈവച്ച് നിങ്ങൾ അങ്ങനെ തടവിക്കൊടുക്കണം. വേദനയുള്ളവരെ, കടച്ചിലുള്ളവരെ, എവിടെയാണോ നിങ്ങൾക്ക് വേദന, എവിടെയാണോ നിങ്ങൾക്ക് അസുഖമുള്ളത് നിങ്ങൾ അവിടെ കൈവച്ച് ഇങ്ങനെ തടവിക്കൊടുക്കണേ. സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന നമ്മുടെ ഉമ്മാനെ പാപ്പാനെ നിങ്ങൾ എങ്ങനെ തടവിക്കൊടുക്കണേ. നിങ്ങളെ ഭാര്യയെ, നിങ്ങളെ ഭർത്താവിനെ, നിങ്ങളെ മക്കളില്ലേ, മരുമക്കളില്ലേ, പേരമക്കളില്ലേ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരാണോ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നത് അവരെ നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തടവിക്കൊടുത്ത് 3 സ്വലാത്ത് കൂടി ചൊല്ലിയാൽ 11 സ്വലാത്തായി.
ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങള് സ്വലാത്ത് ചൊല്ലിയ നാവുകൊണ്ട് നമുക്ക് ആമീൻ പറയുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലുക. അല്ലാഹ് സുഖമില്ലാതെ കിടക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് തിബ്ബു സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. തിബ്ബു സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. തിബ്ബു സ്വലാത്തിലൂടെ പരിപൂർണമായ ശിഫനെ കൊടുക്കണേ റഹ്മാനേ. ശിഫനി നൽകണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊടുക്കുക. സുഖമില്ലാത്തവരെ നിങ്ങൾ തടവിക്കൊടുക്കുക, മന്ത്രിച്ചു കൊടുക്കുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിലും ഈത്തപ്പഴത്തിലെല്ലാം നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹ് അല്ലാഹ് ശിഫ തരണേ അല്ലാഹ്, ശിഫ തരണേ അല്ലാഹ്, പരിപൂർണമായ ശിഫ തരണേ അല്ലാഹ്, പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ, ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ അവരുടെ എല്ലാം ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ അല്ലാഹ്. ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖുത്ബുല്ലാ ഗൗസുല്ലാ മഹാനായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖുത്ബുല്ലാ ശൈഖുനാ സിയം വലിയുല്ലാഹി മദബൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഈ മുഅ്മിനീങ്ങളെ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സയ്യിദന്മാർ, അവരുടെ ബീവിമാർ, അവരുടെ കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസിലുണ്ട്. റബ്ബേ നീ അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ആമീൻ പറയല്ല ഉസ്താദുമാർ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. എത്രയോ പ്രായമുള്ള ഉമ്മമാർ ഇതിന്റെ മുന്നിലാ, പാപ്പമാർ ഈ മജ്ലിസിലാണ്. റബ്ബേ ഞങ്ങളെ ഉമ്മമാർക്കും പാപ്പമാർക്കും ദീർഘായുസ് കൊടുക്ക് റബ്ബേ. പ്രായമുള്ള എത്രയോ മാതാപിതാക്കൾ അറിവും നിലാവിന്റെ മജ്ലിസ് കേട്ട് ആമീൻ പറയുകയാ. ഈ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാഹ്, ഈ പാപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാഹ്. ഈ സഹോദര സഹോദരിമാർക്ക് ബറക്കത്ത് കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരികൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിന്റെ അലങ്കാരമായ ചിത്രശലഭങ്ങളായ പൂമാറ്റ മക്കളെ റബ്ബേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാൻ, റാഹത്ത് നൽകണേ റഹ്മാൻ, നല്ല മക്കളാക്കണം അല്ലാ. മജ്‌ലിസിൽ വച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാക്കണം അല്ലാ, ശിഫയുള്ള വെള്ളമാക്കണം അല്ലാ. ഞങ്ങളെ അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, എത്രയോ അമ്മമാർ, എത്രയോ അച്ഛന്മാർ, എത്രയോ സഹോദര സഹോദരിമാർ, പല മതങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഞങ്ങളെ മജ്‌ലിസ് കേട്ട് അവിടെ വെള്ളം വെക്കുന്നുണ്ട്. മജ്‌ലിസ് കേൾക്കുന്ന മുസ്ലിം വീടുകളിൽ ചെന്ന് വെള്ളം വെക്കുന്നുണ്ട്. ഉസ്താദേ ഇത് ഞങ്ങളുടെ മരുന്നാണ് എന്ന് പറഞ്ഞ എത്രയോ അമ്മമാരുണ്ട്. ഇന്ന് വരെ പ്രിയപ്പെട്ട അമ്മ വല്ലാത്ത സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മജ്‌ലിസ് കേൾക്കാറുണ്ട്, ഞങ്ങളെ കുടുംബത്തിൽ കേൾക്കാറുണ്ട്, ഞങ്ങളെ മക്കളെ കെട്ടിച്ചടത്ത് കേൾക്കാറുണ്ട്. അവരൊക്കെ ഈ മജ്‌ലിസിലെ വെള്ളമാ മരുന്ന് വെക്കാറുള്ളത്. അല്ലാഹുവേ അവരുടെ പ്രതീക്ഷ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. ഹിദായത്തും ശിഫയും നൽകണേ റഹ്മാനേ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അവർക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ എല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന കുടുംബത്തിൽ കടബാധ്യത വന്ന് തളർന്നിരിക്കുന്നവരുണ്ട് അല്ലാ, നീ വീട്ടി തരണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ ഞങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വീട് പണി തുടങ്ങിയത് പൂർത്തിയാക്കണം അല്ലാ. റാഹത്തുള്ള സ്ഥലം നൽകണേ അല്ലാ. വീട്ടിലേക്കും വല്ല വഴി നൽകണേ റഹ്മാനെ. ഞങ്ങളെ വീടുകൾ ബറക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ. കിണറ്റിൽ വെള്ളം തരണമല്ലാ, കുഴൽ കിണറിൽ വെള്ളം തരണമല്ലാ. എല്ലാവർക്കും വെള്ളം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ വളർത്തുള്ള വളർത്തുമൃഗങ്ങൾ അല്ലാ, അവരുടെ രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണേ അല്ലാ. അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന പശുക്കളാവട്ടെ, പോത്താവട്ടെ, ആടുമാടുകളാവട്ടെ, കോഴികളാവട്ടെ, എല്ലാ ജീവികൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്ക് റബ്ബേ. ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്ക് റബ്ബേ. ആഫിയത്ത് കൊടുക്ക് റബ്ബേ, റാഹത്ത് കൊടുക്ക് റബ്ബേ. എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റണം അല്ലാ. എല്ലാ അസുഖങ്ങളും നീ മാറ്റണം അല്ലാ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്ത അല്ലാ. കിഡ്നി തകരാറിലായത്, കിഡ്നിയിൽ കല്ല് വന്നത്, ക്രിയേറ്റ് നോർമലാവാത്തത്, ഡയാലിസ് ചെയ്യുന്നവരെ അല്ലാഹുവേ കിഡ്നി മാറ്റിവെച്ചവർ മാറ്റിവെക്കണമെന്ന് പറഞ്ഞവരെ എല്ലാം നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ ബ്ലോക്ക് വന്നതുണ്ട്, ബ്ലോക്ക് നീക്കണമെന്ന് പറഞ്ഞതുണ്ട്, എൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞതുണ്ട്. ഒന്നുമില്ലാതെ സുഖപ്പെടുത്തണം അല്ലാ, നീ സുഖപ്പെടുത്തണം അല്ലാ. ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതുണ്ട്. എല്ലാം ഇല്ലാതെ കുത്തുബുല്ലാലമിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ജനലക്ഷങ്ങൾ സ്വലാത്ത് ചൊല്ലിയ നാവ് കണ്ടാമീൻ പറയുന്ന ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാൻ. കൊറോണ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആക്കറബേ. ന്യൂമോണിയ ബാധിച്ച് തളർന്നിരിക്കുന്നവരെ, വാക്സിൻ അടിച്ചതിന് ശേഷം ക്ഷീണമുള്ളവരെ, കൊറോണ ബാധിച്ച് ക്ഷീണം വിട്ടുപോവാത്തവരെ, പനിയും ജലദോഷം കഫക്കെട്ടും തലവേദനയും മൈഗ്രീന്റെ വേദനയും തുമ്മലുമായി വിഷമം അനുഭവിക്കുന്നവർ ശിവ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, വരെ പ്രോബ്ലവും കൊടുക്കില്ല അല്ലാ. അല്ലാഹുവേ ടിവിയുടെ രോഗം വന്നവർ എത്രയാ, ശരീരം വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, ബ്ലഡ് കുറഞ്ഞവരെ, കൗണ്ട് കുറഞ്ഞവരെ, കൂടിയവരെ എല്ലാം നോർമലാക്കണേ റഹ്മാനേ. എല്ലാം നോർമലാക്കണേ റഹ്മാൻ.
അല്ലാ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്ക് റബ്ബേ. തൈറോയ്ഡ്, വെരിക്കോസ്, സോറിയാസിസ്, സാമവാദം സുഖപ്പെടുത്തു റബ്ബേ. തലവേദന, മൈഗ്രീന്റെ വേദന, കണ്ണുവേദന, ചെവി വേദന, കണ്ണിൽ നിന്ന് ചെവിയിൽ നിന്ന് വെള്ളമൊലിക്കുന്നത്, നീരൊലിക്കുന്നത്, അല്ലാഹുവേ മൂക്കിലൂടെ വാസനയെടുക്കാൻ കഴിയാത്തത്, അല്ലാ വായിലും വയറ്റിലും പുണ്ണ് വന്നത്, അൾസർ രോഗം വന്നത്, വായിലുള്ള മുറികൾ വന്നത്, പല്ലുവേദനയടക്കം അല്ലാ പിരിടി വേദന, കഴുത്ത് വേദന, നെഞ്ചുവേദന, വയറുവേദന, കൈകാല് മുട്ട്, ഷോൾഡർ വേദന, ഊരവേദന, നെഞ്ചുവേദന, അടിവയറ്റിലെ വേദന, അല്ലാ കൈകാലുകൾ വേദന, തരിപ്പ് വന്നത് എല്ലാം നീ സുഖപ്പെടുത്ത് അല്ലാ. എല്ലാ വേദനയും മാറ്റണമല്ല, എല്ലാ കടച്ചിലും മാറ്റണമല്ല, എല്ലാ തരിപ്പുകളും മാറ്റണേ അല്ലാ. ഊരവേദന വന്നേക്കല്ല, തളർന്നു കിടക്കുന്നവരുണ്ട്, ഊരക്ക് ബെൽറ്റിട്ട് കിടക്കുന്നവരുണ്ട്, കാലിൽ മണൽ തൂക്കി കിടക്കുന്നവരുണ്ട്, റെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുണ്ട്. അല്ലാഹുവേ അപകടം പറ്റിയിട്ട് കൈകാലുകളിൽ കമ്പിയിട്ട് കിടക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വായിലൂടെ മൂക്കിലൂടെ പൈപ്പിട്ട് കിടക്കുന്നവരുണ്ട്, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ കാര്യങ്ങൾ ചെയ്തു പോരുന്നവരുണ്ട്. അല്ലാ കൈകാലുകൾക്ക് ചലനമില്ലാതെ ചില ഭാഗങ്ങളിൽ അറിയാതെ, തൊട്ടാലറിയാതെ സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവരുണ്ട്. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാൻ, സമാധാനം നൽകണേ റഹ്മാൻ. വലുതും ചെറുതും പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. രഹസ്യഭാഗങ്ങളിലുള്ള രോഗങ്ങളും ചൊറികളും നീ സുഖപ്പെടുത്തണേ അല്ലാ. കണ്ണിന് കാഴ്ച കൊടുക്കറബേ, തിമിരം ബാധിച്ചത്, ദൂരക്കാഴ്ച കുറഞ്ഞത്, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത്, കോങ്കണ്ണ് ബാധിച്ചത്, ചെങ്കണ്ണ് ബാധിച്ചത്, ചൊറി വരുന്നത്, അല്ലാഹുവേ നീ സുഖപ്പെടുത്തണേ അല്ലാ. കേൾക്കാത്തവരെ കേൾവി നൽകണേ റഹ്മാനെ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്ക റബ്ബേ, സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്ത റബ്ബേ. കൈകാലുകൾക്ക് ചലനം കൊടുക്കണേ അല്ലാ, നടക്കാത്തവരെ നടത്തിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം ശരിയാക്കി കൊടുക്കണമല്ലാ. ഈ കൂട്ടത്തിൽ ഏതെല്ലാം കുടുംബങ്ങൾ മുസ്ലിമീങ്ങളായ അമുസ്ലിമീങ്ങളായ ഒരുപാട് കുടുംബങ്ങളിൽ അല്ലാ വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണങ്ങളൊന്നും ശരിയാവാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. യാ അല്ലാ നീ ശരിയാക്കി കൊടുക്ക് റബ്ബേ, നീ റാഹത്താക്കി കൊടുക്ക് റബ്ബേ. കല്യാണം തീരുമാനിച്ചു വച്ചത് സന്തോഷത്തോടെ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ. അവർ ഒന്നായിട്ടൊന്ന് കാണണം, അകന്നുപോയ കുടുംബങ്ങളൊക്കെ ഒന്നാവണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. എന്തോ ഒരു നല്ല സന്തോഷ ജീവിതമാണത് റബ്ബേ, നീ ഒന്നിപ്പിക്കണേ റഹ്മാൻ. അറിവിൻ നിലാവിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആ കുടുംബത്തെ ഒന്നായി തന്നെ നിലനിർത്തണേ റഹ്മാനേ. ഇനിയും പിണങ്ങിയ കുടുംബങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. ഈ മുഅ്മിനീങ്ങൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഇന്നും എത്രയോ കുടുംബങ്ങൾ അല്ലാ കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായി മക്കളില്ലാതെ വിഷമിക്കും. നീ കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളെ ബാംഗ്ലൂരിൽ വെച്ച് ലൈവ് ചെയ്തപ്പോ എത്രയോ കുടുംബങ്ങൾ, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാജിദടക്കമുള്ള എത്രയോ കൂട്ടുകാർ, അല്ലാഹുവേ വിദേശത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ എപ്പോഴും ഞങ്ങളെ മനസ്സിൽ അവരുണ്ട്, എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥനകളിൽ അവരുണ്ട്. ഈ മജ്ലിസിൽ മാത്രമല്ല ഒറ്റക്കുള്ള പ്രാർത്ഥനകളില്ല കൂട്ടുകാരുണ്ട്. ഞാൻ പേര് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കൊരു വിഷമമാവണ്ട എന്ന് കരുതിയിട്ടാ എപ്പോഴും അവരാ വിഷമം പറയും. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ
ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ച ഒരു പ്രതീക്ഷയിലാണ്, ഈത്തപ്പഴവുമായി ഞങ്ങളെ മജ്ലിസിൽ അവർ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. യാ അല്ലാഹ്, എത്രയോ സഹോദര സഹോദരിമാർക്ക് നീ കൊടുത്തുവല്ലോ. നൽകുന്നവൻ നീയാൻ, തടയുന്നവൻ നീയാൻ. ആമീനും പ്രാർത്ഥനകളും അതിനുള്ള ഒരു സബബാൻ. തടസ്സങ്ങളെ നീക്കണം അല്ലാഹ്, പ്രയാസങ്ങളെ മാറ്റണം അല്ലാഹ്. മക്കളെ കൊടുക്കണേ റഹ്മാനേ. എത്രയോ അമുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ പ്രതീക്ഷയിലാഹ് അവരെ മജ്ലിസ് കാണുന്നേ, പ്രതീക്ഷയിലാഹ് അവരെ മജ്ലിസിൽ വെള്ളം വെക്കുന്നത്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ജനലക്ഷങ്ങൾ ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളില്ലാത്തവർ പലതും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റഹ്മാനെ. കരുണക്കടലായ റഹ്മാനെ, നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം നിന്റെ കരുണ കൊണ്ടാണ്, എല്ലാം നിന്റെ കരുണ കൊണ്ടാണ്. ഞങ്ങൾക്കൊരു മഹത്വവുമില്ല. എല്ലാം നിന്റെ കരുണയാൻ, എല്ലാം നിന്റെ കരുണയാൻ, എല്ലാം നിന്റെ കരുണയാൻ. മറിയം ബീവിക്ക് ഭർത്താവില്ലാതെ മക്കളെ കൊടുത്തത് നിന്റെ കരുണയാ അല്ലാഹുവേ. ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞതുണ്ട്, ചില ഭാര്യമാർക്ക് ടെസ്റ്റിലെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുമ്പിൽ തടസ്സങ്ങളില്ലല്ലോ അല്ലാഹ്. ഭർത്താവില്ലാതെ മറിയം ബീവിക്ക് മക്കളെ കൊടുത്ത റഹ്മാനേ. പ്രായം ഒരുപാടായിട്ടും ഇബ്രാഹിം നബിക്ക് പൊന്നുമോനെ കൊടുത്ത റഹ്മാനേ. നീ കരുതിയാൽ നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിന്ദിലാവിൽ പങ്കെടുത്ത് അറിവിന്ദിലാവിൽ ജനലക്ഷങ്ങൾ ആമീൻ കൂടാമീൻ പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾക്ക് നീ മക്കളെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കത് സന്തോഷത്തോടെ എടുത്ത് പറയാനുമുണ്ട്. ഇന്നു മാത്രം 3 കുടുംബങ്ങൾ അതിന്റെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു സഹോദരി ഗർഭിണിയാണ്. അവരുടെ ജ്യേഷ്ഠത്തിക്ക്, അവരുടെ ജ്യേഷ്ഠ സഹോദരിക്ക് ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഇഖ്ലാസോടെ യാസീൻ ഓതി വെള്ളം വെച്ചിട്ടാണ് അൽഹംദുലില്ലാ അവർക്ക് 9 മാസമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നീ വലിയ റാഹത്ത് നൽകിയിട്ടുണ്ട്. ഇനിയും കൊടുക്കണമല്ലാ, നൽകണമല്ലാ, നൽകണമല്ലാ. ഗർഭമായത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങളെ, തളർച്ചകൾ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പ്രായത്തിനനുസരിച്ച് ഗർഭപാത്രത്തിലെ മക്കൾക്ക് വളർച്ച കൊടുക്ക റബ്ബേ. തൂക്കം നോർമലാക്ക റബ്ബേ, തടി നോർമലാക്ക റബ്ബേ. വെള്ളക്കൂടുതലുള്ളത് പരിഹരിക്കണേ അല്ലാ. എല്ലാ ക്ഷീണവും വിഷമവും മാറ്റണേ റഹ്മാൻ. സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല ആരോഗ്യമുള്ള മക്കളാക്ക് റബ്ബേ. ഞങ്ങളെ മക്കളെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുക്കുന്ന റബ്ബേ. കരച്ചില് മാറ്റാത്ത മക്കള്, പാല് കുടിക്കാത്ത മക്കൾ, മുഖത്തേക്ക് നോക്കേണ്ട പ്രായമായിട്ട് നോക്കാത്ത മക്കള്, നടക്കേണ്ട പ്രായമായിട്ട് മുട്ടുകുത്തേണ്ട പ്രായമായിട്ട് മുട്ടുകുത്താത്ത മക്കള്, കഴുത്തുറക്കാത്ത മക്കള്. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട ഉസ്താദ് തന്റെ 2 മക്കളെയും കൊണ്ടുവന്നിരുന്നു. 2 മക്കളുടെ കഴുത്തുറച്ചിട്ടില്ല. സഖാഫി, നിങ്ങളെ ഏൽപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മജ്ലിസിൽ നിന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെയാണ് ആ ഉസ്താദ് പോയത്. റബ്ബേ, ആ ഉസ്താദിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന ഉലമാഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന ഈ സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ആ ഉസ്താദിന്റെ 2 മക്കളടക്കം കൈത്തുറക്കാത്ത മക്കളാരൊക്കെയുണ്ടോ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഖുതുബുൽ ആലമിനെ കൊണ്ട് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മാറ്റ മക്കൾ ചിറക് വിരിച്ച് നല്ല റാഹത്തോടെ പറന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണോ, സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കണോ. അവര് മിടുക്കന്മാരായി വളരണം, മിടുക്കുകളായി വളരണം. പഠനത്തോട് താല്പര്യം വേണം. മാതാപിതാക്കൾ അനുസരിക്കണം. മൊബൈലിന്റെ കെണിവലകളിൽ പെടാതെ, ഗെയിമിന്റെ കെണിവലകളിൽ പെടാതെ നല്ല മക്കളായി വളരണം. നീ വളർത്തണം അല്ലാ. പരീക്ഷയിൽ വിജയം
കൊടുക്കണേ റഹ്മാൻ. പരീക്ഷയോടുള്ള പേടി മാറ്റണേ അല്ലാ. പേടി വന്നവരുണ്ട്, നീ പേടി മാറ്റി കൊടുക്കണേ റഹ്മാൻ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ. അല്ലാ പരീക്ഷ എഴുതിയവർക്ക് നല്ല വിജയം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം നിയത്ത് വെച്ച് മജ്ലിസിലിരിക്കുന്നു എല്ലാ റാഹത്താക്ക് റബ്ബേ. സിഹ്ർ ബാത്തിലാക്ക് റബ്ബേ, കണ്ണേർ ബാത്തിലാക്ക് റബ്ബേ, നാപ്പോര് ബാത്തിലാക്ക് റബ്ബേ. ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണമല്ലാ. ഞങ്ങളെ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് പാറ പണിതുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാൻ. സർവ്വ ശർറുകളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്ക് റബ്ബേ. ഞങ്ങളെ കുറ്റം പറഞ്ഞവർക്കും ചീത്ത പറഞ്ഞവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്ക റബ്ബേ. അവരെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരെ കാക്കണം അല്ലാ. ഞങ്ങളെ ഡ്രൈവർമാരെ കാക്കണം അല്ലാ. ഞങ്ങളെ കൂട്ടുകാരെ കാക്കണം അല്ലാ. ഞങ്ങളെ വാഹനങ്ങളെ കാക്കണം അല്ലാ. ഉറക്കമില്ലാതെ ഞങ്ങളെ കൂടെ വാഹനം ഓടിച്ചു പോരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ അല്ലാ, നീ അവർക്ക് ആഫിയത്ത് കൊടുക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്ക റബ്ബേ, ബറക്കത്ത് കൊടുക്ക റബ്ബേ, റഹ്മത്ത് കൊടുക്ക റബ്ബേ. നിന്റെ കാവൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സർവ്വ ശർറും ബാത്തിലാക്കണേ അല്ലാ. സർവ്വ പിശാചനെയും വളപ്പിൽ നിന്ന് ഓടിക്കണേ അല്ലാ. വീട്ടിൽ നിന്ന് ഓടിക്കണേ അല്ലാ. ഒരു ശർറും വീട്ടിലേക്ക് കടത്തല്ലേ അല്ലാ. ഞങ്ങളെ വീടുകൾ ബറക്കത്തുള്ള വീടാക്ക് റബ്ബേ, റഹ്മത്തുള്ള വീടാക്ക് റബ്ബേ. കുടിൽ മുതൽ കൊട്ടാരം വരെ അറിവിന്ദിലാവ് കേൾക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും ബറക്കത്ത് നൽക റബ്ബേ. എല്ലാവരുടെ വീടും റഹ്മത്തുള്ള വീടാക്ക് റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണമല്ലാ, റഹ്മത്ത് നൽകണമല്ലാ, റാഹത്ത് നൽകണമല്ലാ, സമാധാനം നൽകണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏത് രാജ്യത്തിന്റെ പേര് പറയുമെന്നറിയൂല. കാരണം അത്രത്തോളം ആളുകൾ ഉസ്താദേ ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾക്ക് ദ്വാരിക്കണം, ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങളെ കാണാറുണ്ട്. അല്ലാ എത്രയോ പ്രവാസികൾ പ്രവാസ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ മജ്ലിസ് വീക്ഷിക്കുകയാ. റൂമിലുള്ളവരെ കേൾക്കുന്നു, ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കേൾക്കുന്നു, ജോലി തിരക്കിനിടയിൽ സമയമുണ്ടാക്കിയവരെ കേൾക്കുന്നു. ജോലി ചെയ്യുകയാണെങ്കിലും ഹെയർഫോൺ വെച്ചിട്ട് ഈ മജ്ലിസിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്, ജീവിതത്തിൽ ഒരു ദിവസം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവർ കേൾക്കുന്നത്. അല്ലാഹുവേ അടുക്കള ജോലി തിരക്കിനിടയിൽ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാർ ഒരാളെയും നീ കൈവെടിയല്ലേ അല്ലാ. ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമല്ലാ. ബറക്കത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ, റഹ്മത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദുമാർക്ക് റാഹത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. അവരെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഒരു നിലക്കും അവരെ കൊടുക്കല്ലേ അല്ലാ. പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, ഖതീബമാർ, മുഅദ്ദിൻമാർ, മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ബറക്കത്തും റഹ്മത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് കൊടുക്ക റബ്ബേ. നാട്ടിലും ഗൾഫിലും ബിസിനസ് ചെയ്യുന്നവരെ വലിയ വലിയ ബിസിനസ്, ചെറിയ ബിസിനസ് തുടങ്ങിയത് എല്ലാ ബിസിനസ്സുകാർക്കും ബറക്കത്ത് കൊടുക്ക റബ്ബേ. നഷ്ടങ്ങളെല്ലാം നികത്തി കൊടുക്ക റബ്ബേ. എല്ലാ കച്ചവടക്കാർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ കച്ചവടത്തിലും ബറക്കത്ത് നൽക റബ്ബേ. നാട്ടിലും ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തി ജീവിക്കുന്നവർ ബാംഗ്ലൂരിലേക്ക് പോയപ്പോ എത്രയോ കൂട്ടുകാർ അവിടെ കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട്. അല്ലാ നീ അവരെ കച്ചവടത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അവരെ അത്രയും എമൗണ്ട് മുടക്കി കച്ചവടം നടത്തുമ്പോ, അവരെ അത്രയും ദൂരെ പോയി കച്ചവടം നടത്തുമ്പോ അതിനനുസരിച്ചുള്ള നല്ല ഒരു ഫലം നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ റഹ്മാൻ. നഷ്ടങ്ങളെല്ലാം നികത്താറുള്ള അവസരം കൊടുക്കണേ റഹ്മാൻ.
റഹ്മാൻ. വാഹനം ഓടിച്ച് ബസ്സും ലോറിയും ഓട്ടോറിക്ഷയും ടാക്സികളും ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർ റബ്ബേ നീ അവർക്ക് ബർക്കത്ത് കൊടുക്ക് റബ്ബേ, നല്ല ട്രിപ്പ് കൊടുക്ക് റബ്ബേ, അപകടത്തിലൊന്നും പെടുത്തല്ലേ റബ്ബേ. ഗൾഫ് രാജ്യങ്ങളിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അല്ലാഹ് അവർക്കും ഞങ്ങളെ നാട്ടിലുള്ളവർക്കും റഹ്മത്ത് നൽക് റബ്ബേ. എല്ലാ കച്ചവടക്കാർ, ഹോട്ടൽ കച്ചവടം, പലചരക്ക് കച്ചവടം, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവർ, മത്സ്യം പിടിച്ച് ജീവിക്കുന്നവർ, അവർ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഏർപ്പാടാണോ ഈ മുഅ്മിനീങ്ങൾക്കുള്ളത്, ഏതെല്ലാം ജോലിയാണോ ഇവർ ചെയ്യുന്നത്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, സാധാരണ കൂലി ജോലി എടുക്കുന്നവർ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ, തൊഴിലാളികള്, മുതലാളിമാർ, അല്ലാഹുവേ ഏത് മേഖലയിലാണോ ഇവരെ ജോലി ചെയ്യുന്നത് അവരെ മേഖലയിൽ ഖൈറായ നിലക്ക് ഹലാലായ രൂപത്തിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കണമല്ലാ. അവരെ കുടുംബം പോറ്റാൻ അവർക്ക് റഹ്മത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് പാസ്സാക്കണേ അല്ലാ. ശമ്പളം കൂട്ടിക്കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ കമന്റിലൂടെ ദുആർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വിടുന്നുണ്ട്. അല്ലാ വിളിച്ചു പറഞ്ഞവരുണ്ട്, കാണുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞവരുണ്ട്, പോരുന്ന വഴിയിൽ നിന്നൊക്കെ എവിടെ നിന്ന് കണ്ടാലും ഉസ്താദേ അറിവിന്ദിലാവ് കേൾക്കാറുണ്ട്, ഞങ്ങളെ കുടുംബം കേൾക്കാറുണ്ട്. റബ്ബേ പുറത്തിറങ്ങിയാൽ എവിടെ നിന്ന് കണ്ടാലും പ്രിയപ്പെട്ടവർ ദുആർക്കാൻ വേണ്ടി ഏൽപ്പിക്കോ. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ. കാരുണ്യവാനായ റബ്ബേ ഈ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസിൽ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാ. നീ ഏറ്റെടുക്കണേ അല്ലാ. പറഞ്ഞവരുടെ മുറാദുകൾ ഹാസുനാക്കണേ അല്ലാ. അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അവർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നീ നടത്തി കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്ക് റബ്ബേ. നിഅമത്ത് നിലനിർത്ത് റബ്ബേ. ആരോഗ്യം നിലനിർത്ത് റബ്ബേ. ശബ്ദം നിലനിർത്ത് റബ്ബേ. 508ാമത്തെ മജ്ലിസാണ്. മൊബൈലിലൂടെ തുടങ്ങിയ മജ്ലിസ് ഇന്നവരെ നിന്റെ കരുണ കൊണ്ട് നിന്ന് പോയിട്ടില്ല. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് ഇന്നവരെ അത് നിന്ന് പോയിട്ടില്ല. അല്ലാഹുവേ നീ അത് മരണം വരെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. അതിനുള്ള വഴികൾ, അതിനുള്ള കാര്യങ്ങൾ ഓരോ സമയത്തെ കാലഘട്ടത്തിൽ നിയോജിച്ച അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ മജ്ലിസിനെ മുന്നോട്ട് കൊണ്ടുപോകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ റബ്ബേ ഈ പ്രിയപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ആംബുലൻസ് ഇറക്കുന്നുണ്ട്. അല്ലാ നീ അത് റാഹത്താക്കി തരണേ അല്ലാ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. നീ അതിന് തൗഫീഖ് നൽകുക അല്ലാ. അതിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ചവരുണ്ട്, അതിലേക്ക് അകമഴിഞ്ഞ് സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട്. എല്ലാവർക്കും നീ തണലാക്കണേ അല്ലാ. സാധുവായിന്റെ ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബർ സ്വർഗ്ഗമാക്ക് റബ്ബേ. ഉമ്മകളുടെ കൊല്ല പത്തപ്പിരിയം പന്തപ്പള്ളി ഖബർസ്ഥാനിലെ ഖബറാളുകൾക്ക് സ്വർഗ്ഗം കൊടുക്ക് റബ്ബേ. ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന തെഞ്ചേരി മഹല്ല് അല്ലാ 508 മജ്ലിസുകളായി റബ്ബേ 99% മജ്ലിസും ഈ നാട്ടിലാണ് നടന്നത്. നീ ബർക്കത്തുള്ള നാടാക്ക് റബ്ബേ. ഇവിടെയുള്ള വീടുകൾ ബർക്കത്തുള്ള വീടാക്ക് റബ്ബേ. ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ബർക്കത്ത് കൊടുക്ക് റബ്ബേ. ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ മതങ്ങൾക്കും സന്തോഷം നൽകി റബ്ബേ. അല്ലാ ഞങ്ങൾ യാത്ര പോകുമ്പോ എവിടെയാണോ ഞങ്ങളെ യാത്രയുടെ സമയം അറിവിന്നില്ലാമിന്റെ സമയത്തുള്ളത് അല്ലാഹുവേ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് ബന്ധപ്പെട്ട്
ബന്ധപ്പെടുമ്പോ സന്തോഷത്തോടെയാണ് ഇന്നുവരെ അവരെല്ലാം ഞങ്ങളെ ഏറ്റെടുത്തത്. ഉസ്താദേ, എന്ത് സംവിധാനം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ വീട്ടിലൊന്ന് നടത്തണം, ഞങ്ങളെ നാട്ടിലൊന്ന് നടത്തണമെന്ന് പറഞ്ഞ് ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി തരുന്നവരെ അല്ലാഹുവേ, ഞങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നത്. ബാംഗ്ലൂരിൽ പോയപ്പോ അവിടുത്തെ കൂട്ടുകാർ, കോയമ്പത്തൂരിൽ പോയപ്പോ അവിടുത്തെ കൂട്ടുകാർ, പല ജില്ലകൾ വിട്ടു പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാർ സ്നേഹത്തോടെയാണ് ഈ മജ്‌ലിസിനെ അവർ ഏറ്റെടുക്കുന്നത്. ആരെല്ലാം അതിനോട് സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ അല്ലാ അല്ലാ, നീ അവർക്കെല്ലാം വലിയ ബറക്കത്ത്, റഹ്മത്ത്, സന്തോഷം, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, അവരെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. എവിടെ പോയാലും അല്ലാ, ഈ മജ്‌ലിസ് ഒരു ദിവസം പോലും നീ മുടക്കി കളയല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ അല്ലാ, ഈ പരീക്ഷണം ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ അല്ലാ, നീ സലാമത്താക്കി തരണേ അല്ലാ. ഫ്ലൈറ്റുകൾ ഓടാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രവാസികൾ നാട്ടിൽ കുടുങ്ങിക്കിടക്കാൻ, കച്ചവടം ബിസിനസ് എല്ലാം അവതാളത്തിലാണ്. ഒരുപാട് ആളുകൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കാൻ. റഹ്മാനേ, ടിക്കറ്റ് ലഭിക്കാതെ വിഷമിക്കുന്നവരെ, പോവാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാഹുവേ, ബിസിനസ്സുകളും കച്ചവടങ്ങളൊക്കെ തുമ്പില്ലാതെ നഷ്ടപ്പെട്ടു പോയവർ, പള്ളികളൊക്കെ തുറന്നു കിട്ടണം, കലാലയങ്ങളൊക്കെ തുറന്നു കിട്ടണം, വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങണം. എല്ലാവർക്കും സന്തോഷം വേണം, എല്ലാവർക്കും സമാധാനം വേണം. ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ, ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസ് കഴിയുന്നത് വരെ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഈ പാവപ്പെട്ട ഉമ്മമാർ, ഈ പാവപ്പെട്ട മാപ്പമാർ, അവർക്കൊരുപാട് അസുഖങ്ങളുണ്ട്, അവർക്കൊരുപാട് പരാതി പറയാനുണ്ട്, അവർക്കൊരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. റഹ്മാനേ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരാമീൻ പറയുമ്പോ അവരെ മനസ്സ് നിനക്കറിയാലോ, അവരാമീൻ പറയുമ്പോ അവരാഗ്രഹങ്ങൾ നിനക്കറിയാലോ. സാധുക്കളല്ലേ ഞങ്ങൾ, നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിയണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഉസ്താദേ ദ്വാരിക്കണേ എന്ന് പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരുടെ ഏർപ്പാടിലും നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് നൽകണമല്ലാ. മടവൂർ ശൈഖുനാരെ കാവലി നൽകണേ അല്ലാ. ഞങ്ങളെ വാക്കുകളിൽ, ഞങ്ങളെ മന്ത്രങ്ങളിൽ, ഞങ്ങളെ ചിന്തകളിൽ, ഞങ്ങളെ യാത്രകളിൽ, ഞങ്ങളെ ഊണിലും ഉറക്കിലും, ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളെ തീരുമാനങ്ങളിൽ അവിടുത്തെ കാവല് തരുന്നേ റഹ്മാൻ, അവിടുത്തെ തിരുനോട്ടം നൽകണേ റഹ്മാൻ. ഞങ്ങളെ ഉസ്താദുമാരെ പൊരുത്തം തരണേ അല്ലാ. ഉമ്മയടക്കം ബാപ്പയടക്കം ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. ഉമ്മാന്റെ പൊരുത്തം തരണേ അല്ലാ, ബാപ്പാന്റെ പൊരുത്തം തരണേ അല്ലാ. ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ മജ്‌ലിസും സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇന്ന് ബസ്മല ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്യാമെന്ന പ്രിയപ്പെട്ട അസ്ഹരി ഉസ്താദ് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാൻ. ഉമ്മയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനേ. നീ റാഹത്ത് കൊടുക്കണേ റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു
محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاءة ما بنا شدة سوء فتيا شيخنا مدبور ولي ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا كتبنا مدبور ولي كم كروبات كشفتم عن نزين تائه فاكشف عنا الودايا شيخنا مدبور ولي فرجا عنا اللذى وكل ما يهربنا في الدنيا وفي المعاد شيخنا مدبور ولي كنت كغف الحامي لمن نتاكم لاجئا كنت فينا ناصريا سيدي مدبور ولي أعطنا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا الذي يجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالي بنبي مدبور ولي وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خففا إصابنا بشيخنا مدبور ولي ربي سلم هذه الأمة أنزلق القدم حين جاءوا للصراط فنجينهم يا عليم
ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്ക് ഗണേ യാ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്ക് ഗണേ യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഹളറത്തിലേക്ക് ഞങ്ങളെ തവസ്സുൽ ബൈത്ത് എത്തിക്കണേ റഹ്മാനേ അവിടത്തെ പൊരുത്തം തരണമല്ലാ യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെയും അറിവിന്ദിലാവിന്റെ ആത്മീയ മജ്ലിസിനെ കേട്ടുകൊണ്ടിരിക്കുന്നവന് ഞങ്ങളെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന് എല്ലാവരുടെ മുറാദും ഹാസുലാക്ക് റബ്ബേ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ എല്ലാവർക്കും നീ റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്ക് അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ അല്ലാഹ് ഇജാബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ കൂടെ ഇത്രയും നേരം ഖുർആനോ നീ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലിയ ഞങ്ങളെ വലിയ ഉമ്മമാര് വലിയ ഉപ്പമാര് ഉമ്മാമമാര് ഉപ്പാപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ആ വീട്ടിലെ മക്കള് മരുമക്കള് കുഞ്ഞു പൂമാറ്റ മക്കളടക്കം റബ്ബേ എല്ലാവരിലും ബറക്കത്ത് കൊടുക്കുക അല്ലാഹ് ഞങ്ങളെ തെറ്റുകൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനേ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് തഖ്വ നൽകണേ അല്ലാഹ് മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനേ എല്ലാവിധ വിഷമങ്ങളും ടെൻഷനുകളും ഇടങ്ങേറുകളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം ഖൈറായ നിലക്ക് നീ പൂർത്തീകരിക്കണേ റബ്ബേ എവിടെയും ഒരു തടസ്സവും തരല്ല മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ തളർത്തല്ല അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവനുണ്ട് ലിവറിന് പ്രോബ്ലം വന്നവനുണ്ട് ഹാർട്ടിന് പ്രോബ്ലം വന്നവനുണ്ട് തലച്ചോറിന് പ്രോബ്ലം വന്നവനുണ്ട് റഹ്മാനെ പ്രഷറുകാരി ബോധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കുയഞ്ഞു പോയവനുണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണേ
പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞു പൂമ്പാറ്റ മക്കള്, കഴുത്തുറക്കാത്ത മക്കള്, മാസം തികയാതെ പ്രസവിച്ച മക്കള്, പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ്, കഴുത്തുറച്ചിട്ടില്ല, അസുഖങ്ങളാണ്, നടന്നു കിട്ടിയിട്ടില്ല, സംസാരം ക്ലിയറായി വന്നിട്ടില്ല, കേൾവി ടെസ്റ്റ് ചെയ്തപ്പോ വേണ്ടത് പോലെ വന്നിട്ടില്ല. അല്ലാ, പാല് കുടിക്കാത്ത മക്കള്, രാത്രി ഞെട്ടി ഉണർന്ന് ഉറക്കമില്ലാതെ കരയുന്ന മക്കള്, തീരെ കരച്ചിൽ വരാത്ത മക്കള്, റഹ്മാനേ അങ്ങനെ തുടങ്ങിയിട്ട് കുഞ്ഞുനാളെ ഓട്ടിസം ബാധിച്ച് വികലാംഗത ബാധിച്ച് ഞങ്ങളെ കുഞ്ഞു മക്കള് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്. മുറിച്ചുണ്ട് വന്ന് റബ്ബേ ചുണ്ടും മൂക്കും ഒരുപോലെ ഒട്ടിപ്പിടിച്ച ചെറിയ കുഞ്ഞു പൂമ്പാറ്റ മക്കളുള്ള പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മാമമാരുടെ രോഗങ്ങളെ മാറ്റണേ റബ്ബേ, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനേ, ഞങ്ങളെ ഭാര്യമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഭർത്താക്കന്മാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, കൂട്ടുകാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കുടിക്കുന്നവരുണ്ട്, മാനസിക രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാം പടച്ചവനെ നീ ശിഫയാക്കി തരണേ റഹ്മാനേ. അല്ലാ, വീടില്ലാത്തവർക്കൊരു വീട് നൽകുക അല്ലാ, വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണമല്ലാ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണം അല്ലാ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽക റബ്ബേ, കച്ചവടത്തിലെ ബറക്കത്ത് നൽക റബ്ബേ, കൃഷിയിലെ ബറക്കത്ത് നൽക റബ്ബേ. അല്ലാ, ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിലെല്ലാം നീ ബറക്കത്ത് തരണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളെ വാഹനങ്ങളിൽ ബറക്കത്ത് തരണേ, ഏർപ്പാടിൽ ബറക്കത്ത് തരണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ, അവരുടെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ, അവരുടെയും ഞങ്ങളുടെയും കടങ്ങളെ നീ വീട്ടി തരണമല്ലാ റബ്ബേ. ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കുക അല്ലാ, ഭാര്യയുടെ സ്വഭാവം നന്നാക്കുക അല്ലാ, മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്ക റബ്ബേ, കേസുകളെല്ലാം നീ റാഹത്താക്ക റബ്ബേ. അല്ലാഹുവേ, ജയിലിൽ കിടക്കുന്നവർക്ക് നീ മോചനം നൽകുക അല്ലാ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ്സു തരണേ, ഒരു അപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊടുക്കല്ല, ഞങ്ങളെ വഷളാക്കല്ലേ, ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്ത് നീ നിലനിർത്തുക അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ റഹ്മാനായ റബ്ബേ. അറിവിന്ദിലാവ് കുടുംബങ്ങളെ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ, കേൾക്കുന്ന വീടുകൾ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന കുടുംബങ്ങളെ എല്ലാവർക്കും നീ റഹ്മത്ത് നൽക റബ്ബേ. അവരെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലും മരുന്നിലും ചീരണിയിലും ബറക്കത്ത് നൽക റബ്ബേ. ഈ മക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കുക അല്ലാ. അറിവിന്ദിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരെ, ഒരു ഇടങ്ങേറ് വരുമ്പോ അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ നേർച്ചയാക്കുന്നവര്, ഒരു വിഷമം വരുമ്പോ അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, എല്ലാവരുടെ നേർച്ചകളും കബൂലാക്കണേ, അതിനൊക്കെ അവർക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളെ കൂട്ടത്തിലെ കല്യാണ പ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല കല്യാണം നീ റെഡിയാക്കി കൊടുക്ക റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കുക അല്ലാ.
മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളുടെ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക അല്ലാ. കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരണേ റഹ്മാനെ. ഞങ്ങളെ വിദ്യാർത്ഥിനികൾക്ക് നല്ല വിജയം നൽകുക റബ്ബേ. സ്കൂളുകളിൽ സീറ്റ് നൽകുക റബ്ബേ. അവരാഗ്രഹിച്ച കോളേജുകളിൽ സ്ഥാനം നൽകുക റബ്ബേ. അവർക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി നൽകുക റബ്ബേ. എല്ലാവിധ വിഷമങ്ങളും മാറ്റി അല്ലാ. സിഹ്ർ ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, നാപ്പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. സർവ ശർറുകളും നീ ബാത്തിലാക്കുക അല്ലാ. സർവ ശർറുകളും നീ ബാത്തിലാക്കുക അല്ലാ. സർവ ശർറുകളും നീ ബാത്തിലാക്കുക അല്ലാ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്ക് റബ്ബേ. പടച്ചവനെ അവരുടെ പ്രയാസങ്ങളെ മാറ്റുക അല്ലാ. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുക അല്ലാ. ഓരോ ദിവസവും ഞങ്ങളുടെ അടുക്കൽ വന്ന് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ ആരെയും നീ കൈവടിയല്ലേ. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ. എല്ലാവർക്കും സമാധാനം നൽകണേ, റാഹത്ത് നൽകണേ, സന്തോഷം നൽകണേ. മക്ക മദീന കാണാൻ ഭാഗ്യം തരണേ. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്. അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ടവരിൽ പലരും മരിച്ചു പോയി അല്ലാഹ്. അല്ലാഹുവേ, പാവപ്പെട്ട ഉമ്മയടക്കം പലരും മരണപ്പെട്ടു പോയ ഖബറിലാണ്. ആ ഖബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നീ അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. മുത്തിൻ തുണയല്ലാതെന്തിവർ കൊണ്ട് മുന്തും അത് പാടി ശിഫാവും പോണ്ട്. മുത്തിൻ തുണയല്ലാതെന്തിവർ കൊണ്ട് മുന്തും അത് പാടി ശിഫാവും പോണ്ട്. ഇരുളാം ഖബറൻ
എന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യിത്താകും നാളതും ഉണ്ട് ഇരുളാം ഖബറെന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യിത്താകും നാളതും ഉണ്ട് നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരകക്കുണ്ടിലെറിയും പേടിക്കൊണ്ടാണ് ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലെ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലെ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദദിന് പരിധിയില്ല മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദദിന് പരിധിയില്ല മദ്ഹിൻ ഹരം പോണ്ട ഫക്കീറാനല്ലാഹ് മദനി ഫുതുഹാത്തിൽ പൊതിഞ്ഞിടല്ലാഹ് മദ്ഹിൽ ഹരം പോണ്ട ഫക്കീറാനല്ലാഹ് മദനി ഫുതുഹാത്തിൽ പൊതിഞ്ഞിടല്ലാഹ് ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലെ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് എന്നും സമാധാനം നൽകണം അല്ലാഹ് സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ്
മനസ്സിൽ സമാധാനം നൽകണം അല്ലാ സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാ അറിവിൻ നിലാവിൻ്റെ വീടുകളിൽ അറിവിൻ നിലാവിൻ്റെ നാടുകളിൽ അറിവിൻ നിലാവിനെ കാണുന്നോരിൽ അറിവിൻ നിലാവിനെ കേൾക്കുന്നോരിൽ എന്നും റഹ്മത്ത് നൽകണേ അല്ലാ ഖൈറിൻ വഴികളെ കാട്ടണേ അല്ലാ എന്നും റഹ്മത്ത് നൽകണേ അല്ലാ ഖൈറിൻ വഴികളെ കാട്ടണേ അല്ലാ പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങുന്നോരേ പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങുന്നോരേ അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കിനി സ്വർഗം നൽകല്ലാ അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകല്ലാ അറിവിൻ നിലാവിൻ്റെ കാവലേകല്ലാ കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ലാ അറിവിൻ നിലാവിൻ്റെ കാവലേകല്ലാ കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ലാ മടവൂർ ശൈഖുനയുടെ തണല് നൽകല്ലാ കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ലാ മടവൂർ ശൈഖുനയുടെ തണല് നൽകല്ലാ കുത്തുബുൽ ആലമോരെ